So good morning everyone. 24 ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ നോക്കട്ടെ. ഫാത്തിമ എൻ, ഗുഡ് മോർണിംഗ്. Good morning, sir. അനുരാഗ്, ഗുഡ് മോർണിംഗ്. അനുലാൽ എം പി. Good morning, sir. അനുലാൽ ഉറങ്ങിപ്പോയാലും. നന്ദസുര, ഗുഡ് മോർണിംഗ്. മോർണിംഗ് സാർ. എങ്ങനെയാണ് സീരിയസ് എക്സാമിനൊക്കെ പഠിക്കാൻ തുടങ്ങിയോ? ഒന്ന് തുടങ്ങിയവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. സത്യസന്ധമായിട്ട് ഉത്തരം പറ. സീരിയസ് എക്സാമിന് പഠിക്കാൻ തുടങ്ങിയവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യും. ഷബീബ് ഫസ്റ്റേ പഠിക്കാൻ തുടങ്ങി. 4 ആളെ പഠിക്കാൻ തുടങ്ങിയുള്ളൂ. ഇത് ഫർസാൻ ഒന്നും പഠിക്കുന്നില്ല. ഫർസാൻ, ഓക്കെ. സോ നമ്മളെ മൊഡ്യൂൾ 5 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മൊഡ്യൂൾ 5ന്റെ പേര് ലേസർ, ഹോളോഗ്രഫി ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. സോ നമ്മൾ അതിന്റെ ആദ്യത്തെ പാർട്ടായ ലേസർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. സോ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ലേസർ? എന്താ ലേസറിന്റെ ഫുൾ ഫോം എന്താ? ആഷിഖ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ലേസർ? ആഷിഖ്, Light amplification by stimulated emission of radiation. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. സോ അതിൽ നിന്ന് തന്നെ എന്താണ് ലേസറിന്റെ മേജർ ഫംഗ്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് യു മീൻ ബൈ എ ലേസർ? ലേസർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ ബൈ എ ലേസർ? വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് എ ലേസർ? മീൻ ബൈ ദാറ്റ്? കീർത്തന പി, ലേസർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോ? കീർത്തന പി കേൾക്കുന്നില്ല. നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തവരൊക്കെ ഒന്ന് ഹാൻഡ് ഡൗൺ ചെയ്യണേ. ഇത് ഇപ്പോഴും ഹാൻഡ് റൈസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. കീർത്തന പി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കീർത്തന പി. സോ ദാറ്റ് മീൻസ് കീർത്തന പി ആബ്സെന്റ് ആയിരിക്കും. അശ്വന്ത്, what do you mean by a laser? Ashwant Danish, what do you mean by a laser? അശ്വന്ത് വോയിസ് ഓൺ ആക്കും, മൈക്ക് ഓൺ ആക്കും. അശ്വന്ത്, അശ്വന്ത് ക്ലാസ്സിലില്ല. ഓക്കെ, അശ്വന്ത് ക്ലാസ്സിലില്ല, കീർത്തനയും ക്ലാസ്സിലില്ല. രണ്ടാൾക്ക് ഞാൻ അബ്സെന്റ് ഇടും. നെക്സ്റ്റ് വൺ, നന്ദന പ്രദീപ്, വാട്ട് യു മീൻ ബൈ എ ലേസർ? ഇത് നിങ്ങൾക്ക് ഇമ്പോസിഷൻ തരാൻ വേണ്ടൊന്നുമല്ല, നിങ്ങൾക്ക് അറിയുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. വാട്ട് യു മീൻ ബൈ എ ലേസർ? നന്ദന പ്രദീപ്. ലൈറ്റ് ആംപ്ലിഫിക്കേഷന്റെ ഞാൻ ചോദിക്കുന്നത് ലേസർ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നന്ദന, ലേസർ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്?
എന്താണ് ഈ റിയാസാഹി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു 10 പ്രാവശ്യം ഇപ്പൊ ലെഫ്റ്റ് ആയത്. നന്ദന പ്രദീപ് ലൈറ്റ് എന്താ, സോറി, ലേസർ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ലൈറ്റ് അല്ലേ സാർ? അതെ, ഏത് തരത്തിലുള്ള ലൈറ്റ്? ഒരു ബൾബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അറിയില്ല സാർ. ആ ശരി, ലേസർ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? റിയ ഫാത്തിമ, വാട്ട് ഈസ് എ ലേസർ? യൂണിഡയറക്ഷണൽ ബ്രൈറ്റ് ലൈറ്റ് അല്ലേ? യൂണിഡയറക്ഷണൽ ബ്രൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ലേസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ലേസർ ബീമിന്റെ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഷഹബാസ്, മുഹമ്മദ് ഷഹബാസ്. ലേസറുടെ ബീമിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറ, എന്തൊക്കെ പ്രത്യേകതകൾ, അതാണ് ചോദിക്കുന്നത്. നിന്റെ മൈക്കിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ലയന, what are some of the characteristics of laser beam? ഡയറക്ഷനാലിറ്റി, മോണോക്രോമാറ്റിസിറ്റി, കൊഹിറൻസ്. Wait. What is directionality? ലൈന തന്നെ പറ, വാട്ട് ഈസ് ഡയറക്ഷനാലിറ്റി? ലേസർ ട്രാവൽ ചെയ്യുന്നത് എല്ലാ ഡയറക്ഷനും ട്രാവൽ ചെയ്യും? ഇല്ല, ഒരു ഡയറക്ഷനിൽ മാത്രമോ? Yeah, unidirectional. So this is an important property, directionality. Second one is monochromaticity. The monochromaticity എന്ന് പറഞ്ഞാൽ എന്താ? കീർത്തന ലക്ഷ്മി, what do you mean by monochromaticity? Sir, എന്താ മോണോക്രോമാറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? That is the question. 100 to 1000 Armstrong പോകുന്ന എന്ത് പോകുന്നു? വേവ് ലെങ്ത്. വേവ് ലെങ്ത് 100 to 1000 ആംസ്ട്രോങ് ആണെങ്കിൽ അറിയില്ല സാർ. നന്ദന രമേശ്, എന്താ ലേസർ ബീം മോണോക്രോമാറ്റിക് ആണെന്ന് പറയാനുള്ള കാരണം എന്താ? വാട്ട് മീൻ ബൈ ദാറ്റ് മോണോക്രോമാറ്റിസിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? നന്ദന രമേശ്. സിംഗിൾ വേവ് ലെങ്ത്. സിംഗിൾ വേവ് ലെങ്ത്. ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് സിംഗിൾ വേവ് ലെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ വേവ് ലെങ്ത് സ്പ്രെഡ് ഈസ് വെരി സ്മോൾ, ലെസ് ദാൻ 10 ആംസ്ട്രോങ് ആയിരിക്കും വേവ് ലെങ്ത് സ്പ്രെഡ്. കീർത്തന ലക്ഷ്മി പറഞ്ഞത് സാധാരണ കൺവെൻഷണൽ ലൈറ്റ് സോഴ്സിന്റെ കേസിൽ വേവ് ലെങ്ത് സ്പ്രെഡ് എന്തായിരിക്കും, അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ അൺസർട്ടനിറ്റി 100 to 1000 ആംസ്ട്രോങ് ആയിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് എ ലേസർ ദിസ് വേവ് ലെങ്ത് സ്പ്രെഡ് ഈസ് ലെസ് ദാൻ 10 ആംസ്ട്രോങ്സ് ആൻഡ് ദാറ്റ് മീൻസ് സീറോ വേവ് ലെങ്ത് സ്പ്രെഡ് ഇല്ല, സിംഗിൾ വേവ് ലെങ്ത് ആയിരിക്കും ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീമിലുണ്ടാവുക. ദാറ്റ് ഈസ് മോണോക്രോമാറ്റിസിറ്റി. The next point is coherence. So what do you mean by coherence? Niha Rajesh, what do you mean by coherence? സെയിം ഫേസും സെയിം വേവ് ലെങ്ത്തും സെയിം ഡയറക്ഷനിലും ഉള്ളത്. സെയിം ഫേസ് അല്ല, മേ ബി കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്, അല്ലെങ്കിൽ സെയിം ഫേസ് അപ്രോക്സിമേറ്റ്ലി സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സെയിം ഫ്രീക്വൻസി ആണെങ്കിൽ വി ക്യാൻ സേ ലേസർ ഈസ് പ്രൊഡ്യൂസിങ് എ കോഹറന്റ് ലൈറ്റ്. നെക്സ്റ്റ് വൺ നമ്മൾ പഠിച്ചു എന്താ? ഇന്റൻസിറ്റി പഠിച്ചു. One of the property, high intensity, then focusing or collimating property. After that, we studied about, or we discussed what is the basic working principle behind a laser. ലേസർ വർക്ക് ചെയ്യുന്നതിന് വലിയ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? അതിനുവേണ്ടി നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. അതായത് സ്പോണ്ടേനിയസ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, one was spontaneous emission, and last one was stimulated emission. What do you mean by absorption? Yadish.
ദ അബ്സോർപ്ഷൻ എന്ന് പറയും. ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ നിനക്ക് എന്താ മനസ്സിലാവും? സർ അത് ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് ആറ്റം ജമ്പ് ചെയ്യും. എപ്പോ ജമ്പ് ചെയ്യും? വെറുതെ അങ്ങ് ജമ്പ് ചെയ്യൂലല്ലോ. എന്താ കണ്ടീഷൻ എന്താ? അതറിയില്ല. എനർജി അബ്സോർബ് ചെയ്യുമ്പോഴാണ് ജമ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ അബ്സോർപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഫോട്ടോൺ ഇൻസിഡന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ആറ്റം എനർജി അബ്സോർബ് ചെയ്ത് ലോവർ എനർജി സ്റ്റേറ്റ് E1 നിന്ന് സം ഹയർ എനർജി സ്റ്റേറ്റ് E2 ജമ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ എനർജി ട്രാൻസിഷൻ നടത്തുന്നതിനാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ? അബ്സോർപ്ഷൻ എന്താണെന്ന് മനസ്സിലായി. നന്ദന TV, വാട്ട് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ? ആദ്യം ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് പിന്നെയും ഗ്രൗണ്ട് സ്റ്റേറ്റിലെത്തും. അപ്പോൾ ഉണ്ടാകുന്ന ഫോട്ടോൺസ് അടുത്തതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന. Question is clear. What do you mean by spontaneous emission? ആദ്യം ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് എത്തും. അപ്പോൾ എമിറ്റ് ചെയ്യുന്ന എനർജി ഫോട്ടോണിന്റെ ഫോമിലായിരിക്കും. That is called spontaneous emission. അത്ര പറഞ്ഞാൽ മതി. ഓക്കെ, എന്താണ് ഹയർ എനർജി സ്റ്റേറ്റ്? E2 എന്ന എനർജി സ്റ്റേറ്റിൽ ഒരു ആറ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് ഹയർ എനർജിയാണ് ഉള്ളതെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ആഫ്റ്റർ സം ടൈം ഇറ്റ് വിൽ റീച്ച് ഓർ ഇറ്റ് വിൽ റെഡ്യൂസ് ഇറ്റ്സ് എനർജി ടു സം E1. അതെന്ത് ചെയ്യും? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ച് ജമ്പ് ചെയ്യും. അതിനെയാണ് നോർമലി സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പോണ്ടേനിയസ് എമിഷൻ. ലാസ്റ്റ് വൺ, വിച്ച് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ലേസിംഗ് ആക്ഷൻ. ലേസർ പ്രവർത്തിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ദിസ് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. വാട്ട് യു മീൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ? അഭിനവ്, വാട്ട് യു മീൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ? ഇത് വൈവേ ഒന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അഭിനവ്, വാട്ട് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ? അറിയില്ല. അടിപൊളി. Stimulated emission. ഐശ്വര്യ, ഐശ്വര്യ ഉണ്ട് ക്ലാസ്സിൽ. സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല. കാവ്യ, വാട്ട് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ? അറിയില്ല സർ. ആവണി, വാട്ട് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ? അറിയില്ല സർ. അമേഘ, വാട്ട് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ? ഇതന്നെയല്ലേ ഞാൻ ഇന്നലെ പഠിപ്പിച്ചത്. നിയത, വാട്ട് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ? Sir, emission of radiation by the excited atom. എക്സൈറ്റഡ് ആറ്റം റേഡിയേഷൻ എമിറ്റ് ചെയ്യും. എപ്പോ? അത് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ. അതായത് സ്പോണ്ടേനിയസ് എമിഷൻ. അത് നോർമലി നടക്കുന്നത്. ഞാൻ ചോദിച്ചത് വാട്ട് യു മീൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ. ലാസ്റ്റ് അവസാനമായിട്ട് ഒരാളും കൂടി ചോദിക്കാം, മറുപടി ചോദിക്കും. റിയ സാഹി, വാട്ട് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ? അറിയില്ല എന്ന് പറയരുത്, എനിക്ക് പ്രതീക്ഷയുണ്ട്. റിയ സാഹി. അടിപൊളി. ഓക്കെ, സോ അബ്സോർപ്ഷൻ എന്താണെന്നും എന്താണ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് നമ്മൾ പഠിച്ചു. അതായത് ലോവർ എനർജി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺ ആറ്റം എന്ത് ചെയ്യുന്നു? എനർജി അബ്സോർബ് ചെയ്ത് ഒരു ഹയർ ലെവൽ E2 ജമ്പ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ എനർജി ട്രാൻസിഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സോർപ്ഷൻ ഓർ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതേ ആറ്റം അല്ലെങ്കിൽ ഒരുപാട് there will be a number of atoms in E2 ഹയർ എനർജി എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റം നോർമലി ഓർ സ്പോണ്ടേനിയസ്ലി എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഗോ ബാക്ക് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്. തിരിച്ച് അതിന്റെ ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. അതാണ് ബിഹേവിയർ ഓഫ് എവരി പാർട്ടിക്കിൾ. എല്ലാ പാർട്ടിക്കിളിനും ബിഹേവിയർ അതാണ്. എന്ത്? ഇറ്റ് ഹാവ് എ ടെൻഡൻസി ടു ഗോ ബാക്ക് ടു നോർമൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എനർജി ട്രാൻസിഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ E2 എന്ന ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് E1 എന്ന ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ എനർജി ഈസ് എമിറ്റഡ്. സോ ഇതെന്ത്? എനർജി സ്വയം റെഡ്യൂസ് ചെയ്തു. എനർജി ഈസ് റെഡ്യൂസ്ഡ് ഇറ്റ് സെൽഫ്. സോ
this energy അങ്ങോട്ട് പോകും. This energy will get, this extra energy will get emitted as photon. അതായിരുന്നു spontaneous emission. Now what is stimulated emission? Stimulated emission എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, this is the thing. Assume that there is a large number of atom in energy level E2. E2 എന്ന എനർജി ലെവലിൽ ഒരുപാട് ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അസ്യൂം ചെയ്യുക, if we take a bunch of atoms, നമ്മളൊരു കൂട്ടം ആറ്റംസ് ഒരു കണ്ടെയ്നറിൽ കുറച്ച് ആറ്റംസ് എടുത്തു. സോ അസ്യൂം ദാറ്റ് അതിൽ ഒരുപാട് ആറ്റംസിന്റെ എനർജി E2 ആണ്. അല്ലെങ്കിൽ സം ആറ്റംസ് പോസസ് ഹയർ എനർജി. E2 എന്ന എനർജി ലെവൽ എനർജി പോസസ് ചെയ്യുന്ന കുറച്ച് ആറ്റംസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. Now if we incident, so spontaneous emission നടക്കാനുള്ള സാധ്യതയുണ്ട്, ബട്ട് അതവിടെ നിൽക്കട്ടെ. If we incident these atoms with an external photon or external radiation, E2 എന്ന ഹയർ എനർജി ലെവലിൽ സ്റ്റേ ചെയ്യുന്ന ആറ്റംസിനെ നമ്മളൊരു ഫോട്ടോൺ വെച്ച് ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു റേഡിയേഷൻ വെച്ച് ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, ദിസ് ഫോട്ടോൺ വിൽ സ്റ്റിമുലേറ്റ് വൺ ഓഫ് ആറ്റംസ്. ഈ ഒരു ഫോട്ടോൺ ആണ് വരുന്നതെങ്കിൽ ഒരു ഫോട്ടോൺ എന്ത് ചെയ്യും? ഈ E2 എന്ന എനർജി സ്റ്റേറ്റുള്ള ഒരു ആറ്റത്തിന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യാൻ, എനർജി ട്രാൻസിഷൻ നടത്താൻ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ഓർ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരിപ്പിക്കും. ദാറ്റ് ഈസ് സ്റ്റിമുലേഷൻ. സോ എന്ത് ചെയ്യും? ദിസ് ഇലക്ട്രോൺ വിൽ ജമ്പ് ടു എനർജി ലെവൽ E1. E2 എന്ന ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് E1 എന്ന ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യും. വെൻ ജമ്പിങ് വാട്ട് ഹാപ്പൻസ്? ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എനർജി ട്രാൻസിഷൻ നടന്നു കഴിഞ്ഞാൽ, another photon is emitted. ഈ എനർജി ഡിഫറൻസ് ഉള്ള ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും. Now this medium has 2 photons. ഇപ്പൊ ഈ മീഡിയത്തിലുള്ള എത്ര ഫോട്ടോൺസ് ഉണ്ട്? നമ്മൾ പുറത്ത് എക്സ്റ്റേണൽ ആയിട്ട് കൊടുത്ത റേഡിയേഷൻ ഒരു ഫോട്ടോണും ആൻഡ് photon emitted by this energy transition. And these 2 photons now stimulate other 2 atoms in energy state E2 to jump to a level E1. ഈ 2 ഫോട്ടോൺ എന്ത് ചെയ്യും? ഈ E2 എന്ന എനർജി സ്റ്റേറ്റിലുള്ള ബാക്കി വേറെ 2 ആറ്റംസിനെയും കൂടി E1 എന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ പ്രേരിപ്പിക്കും. സോ ഒന്ന് സംഭവിക്കും. Again, yeah, these 2 atoms will jump to the ground state. E1 എന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യും. സോ ഈ ജമ്പിങ് അല്ലെങ്കിൽ ഈ എനർജി ട്രാൻസിഷൻ നടക്കുമ്പോൾ again 2 photons are created. സോ നമ്മുടെ മീഡിയത്തിൽ ടോട്ടൽ എത്ര ഫോട്ടോൺസ് ആയി? Now our medium has 4 photons. These 4 photons will stimulate other 4 atoms in energy state E2 in order to jump into ground state. So ഈ 4 ആറ്റം കൂടി, അല്ലെങ്കിൽ സോറി, 4 ഫോട്ടോൺ എന്ത് ചെയ്യും? E2 എന്ന എനർജി സ്റ്റേറ്റുള്ള, E2 എന്ന എനർജി പ്രോസസ് ചെയ്യുന്ന 4 ആറ്റംസിനെ കൂടി എന്ത് ചെയ്യും? ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരാൻ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. സോ ദിസ് വിൽ കണ്ടിന്യൂ ആസ് എ ചെയിൻ റിയാക്ഷൻ. ഈ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ കണ്ടിന്യൂ ചെയ്യും. 4 ക്രിയേറ്റ് ചെയ്തു, പിന്നെ 8 ഫോട്ടോൺ ആയി. 8 ഫോട്ടോൺ പോയിട്ട് എന്ത് ചെയ്യും? E2 എന്ന എനർജി ഹയർ എനർജി സ്റ്റേറ്റിലുള്ള 8 ആറ്റംസിനെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ എനർജി ട്രാൻസിഷൻ നടത്താൻ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ അത് 16 ആവും, പിന്നെ 32 ആവും. ദിസ് ഗോ ഓൺ ലൈക്ക് ചെയിൻ റിയാക്ഷൻ. ആൻഡ് ആസ് എ റിസൾട്ട്, അവസാനം സംഭവിക്കും, ആസ് എ റിസൾട്ട് ഇൻസൈഡ് ദിസ് മീഡിയം, ഈ മീഡിയത്തിനുള്ളിൽ there will be a numerous, അല്ലെങ്കിൽ there will be thousands of photon is trapped inside this medium with same frequency. And if it is directed throughout, അല്ലെങ്കിൽ ഈ കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കും, ഈ മീഡിയത്തിനുള്ളിൽ നിറച്ച് ഫോട്ടോൺസ് ആവും. there will be large photons inside this medium. അതിന്റെയൊക്കെ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. സോ we can produce high intensity. There will be a large number of photons, so we can produce high intensity monochromatic coherent beam from this medium, and that beam is called a laser beam. ആ ഒരു ബീമിനാണ് നമ്മൾ ലേസർ ബീം എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് പ്രോസസ്, ഈ ഒരു പ്രോസസ്സിനെയാണ്, അതായത് ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ആറ്റംസിന് എന്ത് ചെയ്യുന്നു? ഒരു എക്സ്റ്റേണൽ റേഡിയേഷൻ ഫോട്ടോൺ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് again ഫോട്ടോൺസിന് ചെയിൻ റിയാക്ഷൻ പോലെ ബിൽഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇത് വിളിക്കുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ ദിസ് ഈസ് ഓൾസോ എമിഷൻ. ഇതും എമിഷൻ ആണ്. അതായത് E2 ൽ നിന്ന് E1 എന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ആറ്റം എനർജി ട്രാൻസിഷൻ നടത്തുമ്പോൾ ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ എങ്ങനെയാണ് എമിറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്റ്റിമുലേറ്റഡ്. സ്പോണ്ടേനിയസ് നോർമൽ ആയിട്ട് നടക്കുന്നതല്ല. ഇറ്റ് ഈസ് സ്റ്റിമുലേറ്റഡ് ബൈ എക്സ്റ്റേണൽ റേഡിയേഷൻ ഓർ എ ഫോട്ടോൺ. സോ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ ഓരോ കേസിലും, ഇൻഡ്യൂസർ അബ്സോർപ്ഷന്റെ കേസിലും, സ്പോണ്ടേനിയസ് എമിഷന്റെ കേസിലും, സ്റ്റിമുലേറ്റഡ് എമിഷന്റെ കേസിലും നമ്മൾ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻസ് ഡിഫൈൻ ചെയ്തിരുന്നു.
ടെക്സ്റ്റിൽ നോക്കിയാൽ മതി, ഇന്നലെ പഠിപ്പിച്ചിരുന്നു, ഇനി അങ്ങോട്ട് പോകാൻ സമയമില്ല. Now, what is the relation between Einstein's coefficient? Einstein's coefficient relations in the Einstein's initially in case of induced absorption പഠിക്കുന്ന സമയത്ത് rate of induced absorption dN1 by dt equal to some rho n1 b a1 b1 rho n1. b1 ആയിരുന്നു എന്ത്? Einstein's coefficient of induced absorption. Similarly, spontaneous emission പഠിക്കുന്ന സമയത്ത് dN2 by dt is equal to some a2 n2. This is Einstein's coefficient of spontaneous emission. At last, stimulated emission പഠിക്കുന്ന സമയത്ത് rate of stimulated emission dN2 by dt is equal to this b2 rho n2. This b2 was Einstein's coefficient of stimulated emission. And this b1, b2 and a2, which are Einstein's coefficients, are related to each other. So ഇത് derive ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് സിലബസിൽ ഡെറിവേഷൻ പഠിക്കുന്നില്ല. സോ റിലേഷൻ മാത്രം മനസ്സിലാക്കി വെക്കുക, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ Einstein's coefficient. So Einstein proposed that at thermal equilibrium, the coefficient of absorption and coefficient of stimulated emission is equal. Thermal equilibriumത്തിലാണ് ഒരു കണ്ടെയ്നർ, ഒരു bunch of atoms എങ്കിൽ the number of emission and absorption are equal, or the coefficient of absorption and emission are equal. Thermal equilibriumത്തിലാണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, അബ്സോർപ്ഷൻ നടക്കുന്നില്ല, എമിഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ അത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. സോ b1, which is coefficient of absorption, and b2, coefficient of stimulated emission, are equal. Similarly, the coefficient of spontaneous emission, which is a2, is related to coefficient of stimulated emission by a2 by b2. What is a2? A2 was the coefficient of spontaneous emission, and b2 was the coefficient, Einstein's coefficient for stimulated emission. It is related as a2 by b2 is equal to 8 pi h mu cube by 8 pi h mu cube by c cube. What is h? H is the Planck's constant. Mu is the frequency of radiation, and c is the velocity of light. And another relation, Einstein's coefficient related in another relation, is the rate of the ratio between spontaneous emission and stimulated emission, or ratio between a2 n2 divided by b2 rho n2, is given as e raised to h mu by kbt minus 1. So what is a2? A2 എന്ന് പറഞ്ഞാൽ a2 is the Einstein's coefficient of spontaneous emission. N2 is the number of atoms, or population density in energy level E2. E2 in energy level, what is the number of atoms with energy E2 in unit volume? That is N2. B2 is the Einstein's coefficient of stimulated emission. Rho is the density of radiation, external radiation, and N2 is the നിങ്ങളുടെ ടെക്സ്റ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു e raised to h mu by e raised to kbt minus 1. So what is kb? This kb നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. This kb is called Boltzmann constant. സോ ഇത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യാം, അതാണ് ഈ 3 പോയിന്റുകൾ പറയുന്നത്. സോ അത് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് മേ ബി 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കും. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ്? ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യതയില്ല, കാരണം നമ്മളത് പറഞ്ഞിട്ടില്ല. സോ ദാറ്റ്സ് ഇറ്റ്. നൗ ഇന്നലെ നിങ്ങൾ ഡിസ്കസ് ചെയ്തു വാട്ട് ഈസ് പോപ്പുലേഷൻ ഇൻവേർഷൻ. സോ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് ലേസറിന്റെ പിന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോ ഇൻ ഓർഡർ ടു അച്ചീവ് സ്റ്റിമുലേറ്റഡ് എമിഷൻ, നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ? Stimulated emission means E1 is ground level, E2 is the some higher energy level. So E2 there will be a number of atoms in E2. So the photon incident ചെയ്യുന്നു, ഈ photon എന്ത് ചെയ്യുന്നു, it will stimulate all the atoms here to come back to ground state. ഇത് നടക്കണമെങ്കിൽ in order to
happen, this lacing action, എന്ത് ചെയ്യണം? E2 എന്ന എനർജി സ്റ്റേറ്റിൽ ഒരുപാട് ആറ്റംസ് വേണം. There will be a number of atoms, or there should be a number of atoms in higher energy state. Higher energy ഉള്ള ഒരുപാട് ആറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ stimulated emission will happen. എങ്കിൽ മാത്രമേ stimulated emission നടക്കുള്ളൂ. Normally if we take a bunch of atoms അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ most or the large number of atoms ground state. കൂടുതൽ ആറ്റംസ് എവിടെയായിരിക്കും? കൂടുതൽ ആറ്റംസിന്റെയും എനർജി എന്തായിരിക്കും? There will be in ground state. So before stimulated emission നടത്തുന്നതിന് മുമ്പ്, before incidenting with an external radiation, നമ്മൾ എന്ത് ചെയ്യണം? We want to pump. So I am using the word pump. These atoms to higher energy state E1. We want to pump these atoms into higher energy state E2. So E2 എന്ന higher energy state enough number of atoms, if and only if there is a enough number of atoms, ഇവിടെ enough number of atoms ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫോട്ടോൺ ഇൻസിഡന്റ് ഇവന്റ് സംഭവിക്കൂ. It will jump instantaneously through lower energy state. So normally ഒരു atom, ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ most number of, a large part of atoms are in ground state because it is the tendency, natural behavior of all particles. ഈ ഹയർ എനർജി ഉള്ള കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ടാവും. പക്ഷേ ലേസിംഗ് ആക്ഷൻ എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. സോ ഇൻ ഓർഡർ ടു happen, in order to take place, stimulated emission takes place, നമ്മൾ എന്ത് ചെയ്യണം? E2 എന്ന ഹയർ എനർജി ലെവലിൽ there will be a large number of atoms. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? We will pump. E1 എന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് E2ലേക്ക് നമ്മൾ പമ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ, എനർജി കൊടുത്ത് പമ്പ് ചെയ്യിപ്പിക്കുന്നു. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് പോപ്പുലേഷൻ ഇൻവേർഷൻ. അതായത് ഇനീഷ്യലി ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ ഹയറും എനർജി ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയ E2 എന്ന എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ population lower ആയിരുന്നു. ഇനീഷ്യലി the population here is lower than ground state population. പക്ഷെ നമ്മൾ പമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ after this process what happens? The population is inversed. അതായത് E2 എന്ന എനർജി സ്റ്റേറ്റിൽ, ഹയർ എനർജി സ്റ്റേറ്റിൽ പോപ്പുലേഷൻ കൂടി. Now the population compared to E1 lower energy state is higher. E2 എന്ന എനർജി സ്റ്റേറ്റിൽ പോപ്പുലേഷൻ കൂടി E1 നെ കമ്പയർ ചെയ്യുമ്പോൾ. So population എന്ത് ചെയ്തു? We inverse the population. So this process is called population inversion. In order to achieve population inversion, we used a mechanism called pumping. So population inversion achieve ചെയ്യാൻ, അതായത് ഹയർ എനർജി സ്റ്റേറ്റിൽ ആറ്റംസിന്റെ എണ്ണം, ഡെൻസിറ്റി കൂട്ടാൻ യൂസ് ചെയ്യുന്ന മെക്കാനിസത്തിന്റെ പേരാണ് പമ്പിങ്. This is the process by which number of atoms in higher energy level is made greater than that of lower level. It is called pumping. That is where population inversion is achieved. So there are so many types of pumping. So we are discussing about three types of pumping. So lower energy state il ninnu higher energy state like from E1 to E2 pump ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് എനർജി സപ്ലൈ ചെയ്ത് E1 നിന്ന് E2ലേക്ക് എനർജി ട്രാൻസിഷൻ നടത്താൻ വേണ്ടി. ഫസ്റ്റ് വൺ ഈസ് ഒപ്റ്റിക്കൽ പമ്പിംഗ്. That means light flashes from a source are used to excite the atoms in medium. So normally ground സ്റ്റേറ്റിലായിരിക്കും ഒരുപാട് ആറ്റംസ് ഉണ്ടാവുക. So what is optical pumping? Optical pumping എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് ഫ്ലാഷ് ചെയ്യും. When flashing a light, the atoms in ground state will absorb energy and jump to the higher energy level E2. That is optical pumping. Now next one is electrical pumping. That means electrical discharge produces ionization of medium. That means electrons are directly excited using electric discharges. This is mainly used in gaseous laser. Gaseous laser, അല്ലെങ്കിൽ gaseous mediumത്തിന്റെ കേസിലാണെങ്കിൽ എന്ത് ചെയ്യും? When producing രണ്ട് ഇലക്ട്രോഡ് വെച്ച് if we produce an electrical discharge in the medium, atoms എന്ത് ചെയ്യും? Electrons will absorb energy. Electrons energy absorb ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം atoms absorb energy and reach higher energy state E2 from ground state E1. The next type of pumping is electron beam pumping. That means a beam of electrons is injected into, say, a semiconductor. So the electrons in valence band are raised to conduction band, producing population inversion. So the atom energy കൂടുന്നു, E1 ൽ നിന്ന് E2ലേക്ക് മാറുന്നു എന്നതിന്റെ അർത്ഥം valence ബാൻഡിലുള്ള ഇലക്ട്രോൺ conduction ബാൻഡിലേക്ക് എത്തുന്നു. That is the meaning. So when you do electron beam pumping, this is what happening. Electrons in valence band are raised to conduction band. So we can say a more number of atoms are reached the level E2 compared to the ground state. And this is also one type of pumping.
സോ ഇതാണ് ഒപ്റ്റിക്കൽ പമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് എ മെക്കാനിസം ഇൻ ഓർഡർ ടു അച്ചീവ് പോപ്പുലേഷൻ ഇൻവേർഷൻ. പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെക്കാനിസമാണ് പമ്പിംഗ്. സോ പമ്പിംഗ് 3 ടൈപ്പിൽ നമ്മൾ വിളിച്ചു. ഫസ്റ്റ് വൺ ഈസ് ഒപ്റ്റിക്കൽ പമ്പിംഗ്, സെക്കൻഡ് വൺ ഈസ് ഇലക്ട്രിക്കൽ പമ്പിംഗ്, തേർഡ് വൺ ഈസ് ഇലക്ട്രോൺ ബീം പമ്പിംഗ്. പമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? E1 എന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺ ആറ്റംസിനെ പമ്പ് ചെയ്യുക. വെള്ളം പമ്പ് ചെയ്യുന്നില്ലേ വീട്ടിലൊക്കെ? വെള്ളം പമ്പ് ചെയ്യുന്ന പോലെ വി ആർ പമ്പിങ് ആറ്റംസ് ഫ്രം ലോവർ എനർജി സ്റ്റേറ്റ് മുകളിലുള്ള ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പമ്പ് ചെയ്യും. ദാറ്റ് ഈസ് പമ്പിങ്. കാരണം മുകളിൽ ആറ്റംസ് വേണം, എങ്കിൽ മാത്രമേ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന പ്രോസസ് നടക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് പമ്പിങ്. ആൻഡ് വൺ ഓഫ് ദി ബേസിക് ഫാക്ട് ഈസ് higher energy state where lifetime is very large is called metastable state. So നമ്മളിപ്പോൾ പറഞ്ഞു E2, നമ്മൾ നോർമലി എടുത്ത ഹയർ എനർജി സ്റ്റേറ്റ് എന്തായിരുന്നു? E2 ആണ്. ബട്ട് E2 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ആറ്റംസ് നോർമലി കുറച്ച് സമയം മാത്രമേ സ്റ്റേ ചെയ്യുള്ളൂ. വൈ? ബിക്കോസ് അതാണ് ആറ്റത്തിന്റെ പ്രോപ്പർട്ടി. ബട്ട് metastable state, it is a higher energy state where the lifetime is very large. Very large എന്ന് പറയുമ്പോൾ 10⁻³ സെക്കൻഡ്. എന്താ? ആറ്റംസ് കുറച്ച് സമയമെങ്കിലും ഹയർ എനർജി സ്റ്റേറ്റിൽ സ്റ്റേ ചെയ്യണ്ടേ, എങ്കിൽ മാത്രമേ നമുക്ക് ലേസിംഗ് ആക്ഷൻ നടത്താൻ പറ്റുള്ളൂ. സോ ഇൻ ഓർഡർ ടു അച്ചീവ് ദിസ്, ദ ലേസിംഗ് ആക്ഷൻ ഇസ് ഡൺ ഓൺ സം ഓഫ് എനർജി സ്റ്റേറ്റ്. എല്ലാ ഹയർ എനർജി സ്റ്റേറ്റിലും ലേസിംഗ് ആക്ഷൻ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. സോ സം ഓഫ് ദി എനർജി സ്റ്റേറ്റ് വേർ ദ ലൈഫ് ടൈം ഈസ് വെരി ലാർജ്, കുറച്ചെങ്കിലും അധികം സമയം കമ്പാരിറ്റീവ്ലി ബാക്കി എനർജി സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സം മോർ ലൈഫ് ടൈം ഉള്ള സ്റ്റേറ്റുകളാണ് നമ്മൾ വിളിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. The population inversion is achieved in such a state because atoms can remain in such a state for long period. So നമ്മളെന്താ പഠിച്ച? E1, E2. സോ E1 നിന്ന് പോപ്പുലേഷൻ ഇൻവേർഷൻ നടത്തി ആറ്റംസ് ഒക്കെ E2-ലെത്തി. പക്ഷെ E2-ൽ കുറച്ച് സമയമെങ്കിലും ഇരിക്കണ്ടേ, കുറച്ച് സമയമെങ്കിലും റിമെയിൻ ചെയ്യണ്ടേ, സ്റ്റേ ചെയ്യണ്ടേ, എങ്കിൽ മാത്രമേ ഒരു ഫോട്ടോൺ ഇൻസിഡന്റ് ചെയ്ത് ഇതിനെയൊക്കെ താഴെത്താൻ പറ്റുള്ളൂ. അതിനു മുമ്പേ സ്പോണ്ടേനിയസ് എമിഷൻ നടന്നു കഴിഞ്ഞാൽ, നോർമലി അങ്ങനെ നടക്കും. നോർമൽ എനർജി എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ത് ചെയ്യും? നമ്മളെ ഒരു എക്സ്റ്റേണൽ ഫോട്ടോൺ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കും. അപ്പൊ നമ്മുടെ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല. സോ E2 എന്ന എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സം E3 എന്ന എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ ലൈഫ് ടൈം അല്ലെങ്കിൽ ആറ്റംസ് അതിൽ സ്റ്റേ ചെയ്യുന്ന സമയം ഇറ്റ് വിൽ ബി സം വാട്ട് ഹയർ. ഇത് കൂട്ടണം. അങ്ങനെയുള്ള സ്റ്റേറ്റുകളെ, അതായത് നോർമലി എനർജി ലെവലിൽ ഇലക്ട്രിക് ആറ്റംസ് സ്റ്റേ ചെയ്യുന്ന ഹയർ എനർജി സ്റ്റേറ്റ് വെർ ലൈഫ് ടൈം ഓഫ് ആറ്റംസ് ഈസ് വെരി ലാർജ് ഈസ് കോൾഡ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. സോ നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടൈം ഇൻ ഓർഡർ ടു പ്രോസസ് ദ ലേസിംഗ് ആക്ഷൻ. സോ ദിസ് ഈസ് പമ്പിങ്. സോ ഞാൻ ഇന്ന് കോമ്പോണൻസ് ഓഫ് ലേസർ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. കാരണം ഇന്നലെ നമ്മൾ പമ്പിംഗ് ഒക്കെ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഓടിപ്പോയിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് കുറച്ചും കൂടി കൺസെപ്റ്റ് മനസ്സിലാക്കി പോകാൻ പോകും. സോ നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 231, അതിലൊരു കമ്പാരിസൺ spontaneous emission. It is a comparison between spontaneous emission and stimulated emission. Page number 231 is a comparison between spontaneous emission and stimulated emission. നീ അതൊന്ന് ഫസ്റ്റത്തെ പോയിന്റ് വായിക്കോ. സ്പോണ്ടേനിയസ് എമിഷൻ ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിക്കൂ. ടെക്സ്റ്റിലാ? ടെക്സ്റ്റ് ഇല്ല എനിക്ക്. നിഹ എന്ന ഫസ്റ്റ് പോയിന്റ് വായിക്കൂ. സ്പോണ്ടേനിയസ് എമിഷൻ. An excited atom spontaneously jumps from higher energy level to the lower energy level without the help of any external agency. Okay, thank you. ഇപ്പുറത്ത് വായിക്കണം. വേണ്ട. ഷബീബെ ഒന്ന് സ്റ്റിമുലേറ്റഡ് എമിഷന്റെ ഫസ്റ്റ് പോയിന്റ് വായിക്കൂ. ഷബീബ്, സ്റ്റിമുലേറ്റഡ് എമിഷന്റെ ഫസ്റ്റ് പോയിന്റ്. ഷബീബ് ടി. ഹലോ സാർ. വായിക്കേ സ്റ്റിമുലേറ്റഡ് എമിഷന്റെ ഫസ്റ്റ് പോയിന്റ്. ടെക്സ്റ്റില്ല? ടെക്സ്റ്റ് ഇല്ല.
ടെക്സ്റ്റ് ഇല്ലാതെ നിങ്ങളൊക്കെ എങ്ങനെ പഠിക്കാനാണ്? സ്വരാഗിന് ഒരു ടെസ്റ്റ് ഉണ്ടോ? ടെക്സ്റ്റ് ഇല്ല സാർ. കീർത്തന ലക്ഷ്മി ടെക്സ്റ്റ് ഉണ്ടോ? കീർത്തന ലക്ഷ്മി Sir, ടെക്സ്റ്റ് ഉണ്ടോ? ഫസ്റ്റ് പോയിന്റ് നോക്കിയോ, സ്റ്റിമുലേറ്റഡ് എമിഷൻ. first point. സ്റ്റിമുലേറ്റഡ് എമിഷന്റെ An external photon is incident on the excited atom and stimulate it to jump from the higher energy level to lower energy level. Thus, an external photon is necessary for stimulated emission. സോ ആ പേജിൽ മൊത്തം കമ്പാരിസൺ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതൊന്ന് വായിച്ചു നോക്കാം, മേ ബി എക്സാമിന് ചോദിക്കാം. ലേസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. പക്ഷെ മനസ്സിലാവണമെങ്കിൽ അബ്സോർപ്ഷനും സ്പോണ്ടേനിയസ് എമിഷനും എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ ടൈം ഏകദേശം കഴിയാനായി. സോ അശ്വന്തും കീർത്തന പിയും അറ്റൻഡൻസ് പറഞ്ഞു. പക്ഷെ അറ്റൻഡൻസ് ഞാൻ ഇടണമെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. അറ്റൻഡൻസ് പറഞ്ഞോ 1 മുതൽ. 1 2 3